തിരുവനന്തപുരം SIT ആശുപത്രിയിൽ 4 മണിക്കൂറോളം വൈദ്യുതി നിലച്ചത് ഗുരുതര പിഴവ്. 6 മാസത്തിൽ ഒരിക്കലുള്ള അറ്റകുറ്റപ്പണിക്ക് അനുമതി വൈകിച്ചു. HLL നൽകി ജനറേറ്റർ ഉപയോഗിക്കാൻ കഴിയാത്തതും SITയുടെ വീഴ്ച. ക്ലാവ് പിടിച്ച അവസ്ഥയിലുള്ള ജനറേറ്ററിന്റെ വാക്വം സർക്യൂട്ട് ബ്രേക്കറിന്റെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന്. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായി ചേരുകയാണ്. പ്രശാന്ത്, ലക്ഷങ്ങൾ മുടക്കി പൊതുജനത്തിന്റെ പണമെടുത്ത് ഈ സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ആരോഗ്യ മേഖലയ്ക്ക് ഒരു പ്രശ്നവും വരാതിരിക്കാനാണ്. അത് അടിയന്തര സാഹചര്യങ്ങൾ ഉപയോഗിക്കേണ്ട സംവിധാനം ക്ലാവ് പിടിക്കാൻ വിട്ടുകൊടുത്ത് നടത്തുന്ന ഇത്തരം പുരോഗമനത്തെ എന്താണ് വിളിക്കേണ്ടത്? മാധു, ആയിരക്കണക്കിന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ചികിത്സ തേടുന്ന ആശുപത്രിയാണ് SIT. അപ്പോൾ അവിടെ ഗുരുതരമായൊരു വീഴ്ച ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് തന്നെയാണ് ഇതെല്ലാം തെളിയിക്കുന്നത്. കാരണം ഓണത്തിന് മുൻപ് ഈ ജനറേറ്ററിൻ്റെ അറ്റകുറ്റപ്പണി, സബ്സ്റ്റേഷൻ്റെ അറ്റകുറ്റപ്പണി നടത്തുന്നതിന് വേണ്ടി KSEB കത്ത് നൽകിയതാണ്. പക്ഷേ SIT അധികാരികൾ ഇത് സംബന്ധിച്ച് അതിന് ഒരു അവസരമൊരുക്കിയില്ല. പകരം ഈ അറ്റകുറ്റപ്പണിക്കുള്ള സബ്സ്റ്റേഷൻ്റെ അറ്റകുറ്റപ്പണി നടത്തിയത് ഇന്നലെയാണ് അനുമതി ലഭിച്ചത്. ഇന്നലെയാണ് അറ്റകുറ്റപ്പണി നടത്തുന്നത്. വൈകിട്ട് 3:30 മണിക്ക് വൈദ്യുതി വിച്ഛേദിച്ച് 5:30 മണിയാകുമ്പോൾ വൈദ്യുതി KSEBക്ക് പുനഃസ്ഥാപിക്കാൻ സാധിച്ചു. പക്ഷേ അതിനുശേഷം അതുവരെ ജനറേറ്ററാണ് പിന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ പ്രശ്നം സംഭവിച്ചത് ഓണത്തിന് മുൻപ്, അതായത് 6 മാസത്തിലൊരിക്കൽ അറ്റകുറ്റപ്പണി നടത്തേണ്ടതാണ്. സമയത്തിന് അറ്റകുറ്റപ്പണി നടത്താത്തത് കൊണ്ട് തന്നെ ഈ വാക്വം VCB വാക്വം സർക്യൂട്ട് ബ്രേക്കർ, അതായത് ഈ വൈദ്യുതി ഓഫും ഓണും ചെയ്യുന്ന ഈ ജനറേറ്ററിലേക്ക് കണക്ട് ചെയ്യുന്ന സംവിധാനമാണ് VCB. ഈ VCBയിൽ ക്ലാവ് പിടിച്ച അവസ്ഥയിലായിരുന്നു. ഇത് കാരണം ഒരു ജനറേറ്റർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. ആ ജനറേറ്റർ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടും വൈദ്യുതി ബന്ധം SITയിലേക്ക് സാധാരണ രീതിയിലാക്കാൻ സാധിച്ചില്ല. അത് കാരണമാണ് ജനറേറ്ററിൻ്റെ സമയം കഴിഞ്ഞ ശേഷവും പിന്നീട് വൈദ്യുതി ബന്ധം സാധാരണ നിലയിലാക്കാൻ കഴിയാതെ പോയത്. ഇതുകൊണ്ടാണ് 4 മണിക്കൂർ നേരം SIT ഇരുട്ടിലായത്. ഏറ്റവും പ്രധാനം 6ക്ക് ശേഷം പിന്നീട് പുതിയൊരു ജനറേറ്റർ കൊണ്ടുവന്നാണ് SITയിൽ രാത്രി വൈദ്യുതി പുനഃസ്ഥാപിക്കുന്നത്. ഇന്ന് രാവിലെ മാത്രമാണ് ഈ അറ്റകുറ്റപ്പണി, അതായത് ഈ ജനറേറ്ററിൻ്റെ VCBയുടെ പ്രവർത്തനം സാധാരണഗതിയിലാക്കാൻ സാധിച്ചത്. അതായത് ഇപ്പോൾ സാധാരണഗതിയിൽ KSEBയുടെ പ്രവർത്തനം നടത്താൻ സാധിച്ചത് അതുകൊണ്ട് മാത്രമാണ്. ഇവിടെ ഈ ഗുരുതരമായ പ്രശ്നം 6 മാസത്തിലൊരിക്കൽ കൃത്യമായ മെയിൻ്റനൻസ് ആരോഗ്യവകുപ്പ് നടത്തിയിരുന്നെങ്കിൽ ഇന്നലെ ഉണ്ടായ ഈ ഗുരുതര സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. ജീവഹാനി പോലെ വലിയൊരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരുന്നെങ്കിൽ എന്താകും എന്നത് മറ്റൊരു വസ്തുത. എന്തായാലും ഇവിടെ നേരത്തെ തന്നെ മുൻകൂട്ടി അറിയിപ്പ് ലഭിച്ചിട്ടും ഇതിന് വേണ്ട അവസരം ഒരുക്കിയിരുന്നില്ല. പകരം ഇന്നലെ മാത്രമാണ് ഈ അറ്റകുറ്റപ്പണിക്കുള്ള വഴിയൊരുങ്ങിയത്. പ്രശാന്ത്, ഈ വകുപ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുകയും ഉത്തരവാദിത്തം അങ്ങോട്ടും ഇങ്ങോട്ടും പിടലിക്ക് വെച്ചു കൊടുക്കുകയും ചെയ്യുന്നതാണല്ലോ ഇതിന്റെ ഒരു പരിണിത ഫലം എന്ന് പറയുന്നത്. തങ്ങളുടേതല്ല ഉത്തരവാദിത്തം എന്ന് പറഞ്ഞൊഴിഞ്ഞാൽ തീരുന്നതാണോ ഇത്രയും വലിയ കെടുകാര്യസ്ഥത? ഒരിക്കലുമില്ല. അതായത് ഈ SITയിലെ സബ്സ്റ്റേഷൻ എന്നത് KSEBയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലല്ല, അത് ആശുപത്രിയുടെ നിയന്ത്രണത്തിലാണ്. പക്ഷേ അവിടെ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ KSEB ഇത്തരം മെയിൻ്റനൻസ് പോലുള്ള കാര്യങ്ങളിൽ മുന്നറിയിപ്പ് നൽകാറുണ്ട്. ഇത് പ്രകാരമുള്ള മുന്നറിയിപ്പ് നേരത്തെ അവർ നൽകിയിരുന്നു എന്നതാണ് വകുപ്പ് മന്ത്രിക്ക് ലഭിച്ചിരിക്കുന്ന വിശദീകരണം. മാത്രമല്ല, ഇത് സംബന്ധിച്ച വിശദമായ ഒരു അന്വേഷണ റിപ്പോർട്ട് നൽകാൻ ഈ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിനും KSEBയ്ക്കും നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ഇവിടുത്തെ പ്രശ്നം ഈ സമയത്തിന്, അതായത് ഈ അടിയന്തരമായ ചികിത്സകൾ നടക്കുന്ന, ശസ്ത്രക്രിയകൾ നടക്കുന്ന, പ്രസവങ്ങൾ നടക്കുന്ന ഒരു ആശുപത്രിയാണ്. അവിടെ ഒരു കാലവിളംബമില്ലാതെ ഈ അറ്റകുറ്റപ്പണി നടത്തേണ്ടതായിരുന്നു, അല്ലെങ്കിൽ മെയിൻ്റനൻസ് നടത്തേണ്ടതായിരുന്നു. അവിടെയാണ് പ്രധാനപ്പെട്ട ഒരു വീഴ്ച സംഭവിച്ചിരിക്കുന്നത്. അതായത് KSEB ഇത്തരം മെയിൻ്റനൻസിനുള്ള സമയമായി, 6 മാസത്തിലൊരിക്കൽ നടക്കുന്ന മെയിൻ്റനൻസ് നടത്തേണ്ട സമയമായി എന്ന് ആശുപത്രി അറിയിക്കുമ്പോൾ അതിന് വഴിയൊരുക്കാതെ ഇത് നീട്ടിക്കൊണ്ടു പോവുകയും ഇന്നലത്തെ ഒരു അവസരത്തിലേക്ക് എത്തുമ്പോൾ നമ്മൾക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് ഈ VCB തകരാറാകുന്നു. VCB ക്ലാവ് പിടിക്കുന്ന ഒരു സ്ഥിതി എന്തുകൊണ്ടുണ്ടാകുന്നു? കാലതാമസം വരുമ്പോൾ ആണ് ക്ലാവ് പിടിക്കുന്ന പോലുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. അതുകൊണ്ട് മാത്രമാണ് ഇന്നലെ വൈദ്യുതി ബന്ധം അറ്റകുറ്റപ്പണിക്ക് ശേഷം വൈദ്യുതി പുനഃസ്ഥാപിച്ചപ്പോഴും ജനറേറ്ററിൽ നിന്ന് ഈ വൈദ്യുതി ബന്ധം മാറ്റാൻ സാധിക്കാത്തത്. 6 മാസം കൂടുമ്പോഴുള്ള ഇത്തരത്തിലുള്ള ചെക്കിംഗ് നടക്കണമെന്നുള്ളത് ശരി, പക്ഷെ ഇതൊക്കെ പരിപാലിക്കാനുള്ള ആളുകൾ അവിടെ ഉണ്ടാകില്ലേ? ആ വിഭാഗത്തിൽ ഇലക്ട്രീഷ്യന്മാരുണ്ടായിരിക്കും, ആ വിഭാഗത്തിൽ ഇതിൻ്റെയൊക്കെ അറ്റകുറ്റപ്പണി ദിവസേന എന്നതുപോലെ നടക്കുന്നുണ്ടോ എന്നത് പരിശോധിക്കാൻ ആളുണ്ടാകും. അല്ലാതെ ഇതൊരു ഗോഡൗൺ ഒന്നുമല്ലല്ലോ. ഇത് ക്ലാവ് പിടിക്കുന്നതും അത് കേടുവരുന്നതും ഉപയോഗശൂന്യമാകുന്നതും ഒന്നും പരിശോധിക്കാൻ ഈ സംവിധാനത്തിൽ ആളില്ലാത്തതുകൊണ്ടാണോ?
ഇത് KSEBിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലില്ല. ഈ സബ്സ്റ്റേഷന്റെ പരിപാലനം PWD എഞ്ചിനീയറിംഗ് വിഭാഗമാണ്. ഇക്കാര്യത്തിൽ അവരാണ് വിശദീകരണം സർക്കാരിന് നൽകേണ്ടിയും വരിക. ഒരു കാര്യം വ്യക്തമാണ്, വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത നമുക്ക് സർക്കാർ തലത്തിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്, അവിടെ HLL നൽകിയ ഒരു ജനറേറ്റർ ഉണ്ടായിരുന്നു. ആ ജനറേറ്റർ ഇപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. അതായത് അത് കൈമാറ്റം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ചില സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ട് മാത്രം ആ ജനറേറ്റർ ഉപയോഗിക്കാൻ സാധിച്ചില്ല എന്നതാണ്. അതായത് ഇന്നലെ വൈകിട്ട് 3:30 അറ്റകുറ്റപ്പണി തുടങ്ങി 5:30 വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. പക്ഷേ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചെങ്കിലും SIT ആശുപത്രിയിലേക്ക് വൈദ്യുതി സാധാരണ രീതിയിൽ മാറ്റാൻ സാധിക്കാത്തത് ഈ തകരാറുള്ളത് കൊണ്ടാണ്. അപ്പോൾ ജനറേറ്റർ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കുന്നു. ജനറേറ്ററിൻ്റെ സമയം കഴിയുമ്പോൾ പകരം ഒരു ജനറേറ്റർ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടി വന്ന സമയമാണ് ഈ 4 മണിക്കൂർ എന്നത്. അങ്ങനെ മാത്രമാണ് രാത്രി 10:23 ആയപ്പോൾ വീണ്ടും വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ സാധിച്ചത്. ഒരു പക്ഷേ ആ HLL നൽകിയ ജനറേറ്റർ കാര്യക്ഷമമായി ഉപയോഗിക്കാൻ അല്ലെങ്കിൽ ഉപയോഗിച്ച് തുടങ്ങാൻ സാധിച്ചിരുന്നെങ്കിൽ ഈ പ്രതിസന്ധി മറികടക്കാമെന്ന്. അപ്പോൾ അവിടെ ഒരു ഭരണപരമായ ഒരു വീഴ്ച അവിടെ നിലനിൽക്കുന്നു. ഇക്കാര്യത്തിൽ SIT ആശുപത്രി നടത്തിപ്പുകാരായ ആശുപത്രിക്കും ഒപ്പം തന്നെ ആരോഗ്യവകുപ്പിനും ഗുരുതരമായ വീഴ്ച ഉണ്ട് എന്നുള്ള കാര്യം തർക്കമില്ല. കാരണം ശരി, ഗുരുതരമായ വീഴ്ചയുണ്ട് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയാണ്. 4 മണിക്കൂർ SIT പോലൊരു പ്രധാനപ്പെട്ട ആശുപത്രിയിൽ വൈദ്യുതി ബന്ധം ഉണ്ടാകാതിരിക്കുക എന്ന് പറയുന്നത് ഗുരുതരമായ വീഴ്ച തന്നെയാണ്. അതിനാരാണ് ഉത്തരവാദി എന്നതുകൂടി പരിശോധിക്കേണ്ടതുണ്ട്.